എന്നാ പറ്റിയേ? എന്ത് പറ്റി? നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി പോലുമില്ലല്ലോ. എന്ത് പറ്റി? എന്റെ മകൻ നല്ല രീതിയിൽ എത്തണം. അമ്മനെ മുഖത്ത് വരുന്ന ശരി എനിക്ക് അതാണ് എല്ലാം. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, തളർന്നിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂടെ എന്റെ അമ്മയാണ്, ആരും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് വീടെടുത്തത് എന്റെ അമ്മയാണ്. 18 വയസ്സുകാരൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. 9ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയത്. അവര് നമ്മുടെ മുഖത്തിന്റെ പേരിൽ അവർക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്നെ കാണുമ്പോൾ രണ്ടടി ബാക്കിൽ നിൽക്കുന്ന പലരും ഉണ്ട്. അത് പറഞ്ഞ ഫാമിലിയിൽ തന്നെയാണ്. എന്ത് പറ്റിയത്? ഒരുപാട് അനുഭവിച്ചിട്ടാണ് എന്റെ മകനെ എനിക്ക് ഇവിടെ വരെ എത്തിച്ചത്. ഒറ്റ പ്രതീക്ഷ അവൻ മാത്രമേ ഉള്ളൂ. അച്ഛനെ മറ്റേ വയ്യാണ്ട് കിടപ്പിലാണ്, അമ്മ മാത്രം വർക്കിന് പോകുന്നു. അവർക്ക് വീട്ടിന് വാടക കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ഞാനാ കൊടുക്കും. അമ്മയ്ക്ക് പോലും അറിയില്ല, വീട്ടിലാർക്കും അറിയില്ല, വീഡിയോ ഇട്ടിട്ടുമില്ല. അപ്പൊ എൻ്റെ അമ്മ ഉറങ്ങിയിട്ട് എത്ര ദിവസം യൂസ് നോക്കി. ഇതിപ്പോൾ പണി ചെയ്യും, രാത്രിയെ പോവുക. രാത്രി പോയാൽ പിറ്റേ ദിവസം വരുമ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരിക. ഉച്ചയ്ക്ക് വന്നാൽ പിന്നെ 2 മണിക്ക് കടം കുറേ ഉണ്ട്. പണിക്ക് പോകാണ്ട് അച്ഛനും അമ്മയും നോക്കണം. നമ്മളെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യും. നമ്മളെ തീയിന്റെ പുകയത്ത് നിന്ന് വിയർത്തൊഴുകി എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. 2 സെക്കൻഡ് വരും. 2 സെക്കൻഡ് കൊണ്ട് ഞാൻ നിന്നിട്ടില്ല. അപ്പോഴേക്കും ഞാൻ മാറി. ഇപ്പോഴത്തെ അവസ്ഥ തന്നെയായിരിക്കും. എന്നോടൊപ്പം ഉള്ളത് അഭിലാഷും അമ്മയുമാണ്. നമസ്കാരം. വ്ളോഗറാന്ന് ഞാൻ മനഃപൂർവ്വം പറയാത്ത കേട്ടോ. എന്ത് പറ്റി അമ്മ? കണ്ണൊക്കെ തുടച്ചു. എന്ത് പറ്റി? എന്നെ കൂടെ കറിവയ്ക്കോ രാവിലെ വന്ന്? എന്താ പറ്റിയേ? എന്നാ അമ്മ എന്ത് പറ്റിയേ? എന്നാ പറ്റിയേ? എന്ത് പറ്റി? നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി പോലുമില്ലല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല. ശരി, എന്ത് പറ്റി പറഞ്ഞോ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ എന്താ? ഞാനും കൂടെ കരയുന്നു. എന്താ? എങ്ങനെ വന്ന് ഇരുന്നപ്പോ ഒരു ടെൻഷൻ. ടെൻഷന്റെ പുറത്താണോ കരഞ്ഞേ? എന്തിനാ ടെൻഷൻ? നമ്മളാദ്യമായിട്ടല്ലേ അത്. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് എപ്പോഴും കണ്ണ് നിറയുന്നത്. പക്ഷെ ഇപ്പൊ അമ്മ ആദ്യമായിട്ട് കണ്ണ് നിറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ കണ്ണ് ഇനി നിറഞ്ഞാൽ എന്റെ കണ്ണ് ഇതിലെ കുടുകൂടാ ഒഴുകുമ്പേ. നമ്മളാദ്യമായിട്ടല്ലേ. അബീനെ കാണുന്നത് പാലക്കാടുള്ള കുറെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ആദ്യമായിട്ടൊരു വിഷുക്കോടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വ്ളോഗ് ചെയ്തത് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു സാധാ ഒരു കുഞ്ഞു പയ്യൻ. എത്ര വയസ്സുണ്ട്? 18 വയസ്സേ ഉള്ളൂ. ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഡിഗ്രി. തെരുവിൽ നിൽക്കണവര് നമ്മളോട് ഭിക്ഷ ചാരിക്കുന്ന പോലെ എനിക്കത് പറയാൻ എനിക്ക് തന്നെ അത് ഫീലാണ്. നമ്മളോടൊരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നവര്. അതിൽ നിന്ന് അബിക്ക് 18 വയസ്സുകാരൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എന്താണ് അബി, വ്ളോഗിന് വേണ്ടിയാണോ അതോ? ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ബസ് കയറുമ്പോൾ കാണാറുണ്ട് ഒരുപാട് പേര്, ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ റോഡ് സൈഡിൽ ടണലിന്റെ താഴത്തേക്കാണ് അവരിരിക്കുന്നത്. വടക്കഞ്ചേരിയിലായാലും ടണലിന്റെ താഴത്ത് അവർക്ക് വീട് പോലും ഇല്ല. അപ്പൊ നമ്മളങ്ങനെ കാണുമ്പോൾ ഞാൻ പലതവണയും കാണും. ഇപ്പൊ മിക്ക ദിവസങ്ങളും കാണുമ്പോൾ അവര് ഫുഡ് പോലും കഴിക്കാണ്ട് ഇടാൻ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പൊ നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആൾക്കാർ അവർ കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് വരെ ഒഴിവാക്കണ വരെയാണ് മാറ്റി നിർത്തുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം തോന്നി. ഇപ്പൊ ഞാനിങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരും, അവരുടെ മുഖത്തും നമുക്ക് സന്തോഷം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പിന്നെയും തുടർന്ന് പോകുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കണില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് എന്താ? ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പം ആദ്യം ചെയ്തത് വീഡിയോ എടുത്തോ അതോ ചെയ്ത് കൊടുക്കുമായിരുന്നോ? ഇല്ല, ആദ്യം ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ കോളേജിൽ പോകാൻ എൻ്റെ ബസ്സിന് പൈസ ഉണ്ട്. പക്ഷെ അത്ര ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഒരു 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 50 രൂപ ബസ്സിന് പോകാനുള്ള പൈസ ആയിരുന്നു. അതും ഞാൻ മറ്റേ പണിക്ക് പോയിട്ട് തന്നെയാണ് കിട്ടിയത്. നമുക്ക് 50 രൂപ കിട്ടേണ്ടതിലുണ്ടായിരുന്നപ്പോൾ ബസ്സിന്റെ പൈസ ഞാൻ മാറ്റി വെച്ചു. ഒരു 10 രൂപ മാറ്റി വെച്ച് ബാക്കി പൈസ ഞാൻ അങ്ങനെ അവർക്ക് കൊടുക്കുക ചെയ്തു. പിന്നെ ഞാൻ തിരിച്ചു വരാൻ എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ടിൻ്റെ വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ ചിലപ്പോൾ പൈസ ഉണ്ടാവാറില്ല. അപ്പൊ വീട്ടുകാരെ ചോദിക്കാറില്ല. ചോദിക്കുമ്പോൾ അവൻ്റെ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാകുമ്പോൾ അവരുടെ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ചില സമയത്ത് ബസ്സുകാരൻ പൈസ തരാൻ എല്ലാ കൂട്ടുകാരൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നി. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ പറഞ്ഞാൽ അബീനെ മാത്രമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. ഇൻ്റർവ്യൂ അല്ല, അബി ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അബീനെ മാത്രമാണ് അബി വരാമോ എന്ന് ചോദിച്ചത്. പക്ഷേ എൻ്റെ അടുത്ത് ഈ ഫ്ലോറിൽ എത്തുന്നോടം വരെ എനിക്കറിയില്ലായിരുന്നു അമ്മ കൂടെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ എന്താ പറയുക, ഒരു വലിയ കാര്യമാണ് അമ്മയുടെ ഒരു കൂട്ടും കൂടെ. കാരണം
നമ്മൾക്ക് അബിയെക്കുറിച്ച് ചോദിക്കാൻ വീട്ടിലൊക്കെ ചോദിക്കണം, എനിക്ക് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കണം എന്നായിരുന്നു, നമ്മൾ വന്നെടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അമ്മേനെ കൂട്ടി വന്നപ്പം ഭയങ്കര സന്തോഷം. എനിക്ക് കുറേ കാര്യം അമ്മയോടും ചോദിക്കാൻ പറ്റുമല്ലോ. അമ്മയാണെങ്കിൽ വന്നപ്പോൾ മുതൽ കരച്ചില്, ഞാനാണെങ്കിൽ അമ്മേനെ നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് നോക്കാനേ പറ്റുന്നില്ല, ടെൻഷൻ. അമ്മ എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും എന്താ പ്രശ്നം എന്താ പറഞ്ഞോ? എനിക്ക് ഒന്നുമില്ല, എന്റെ മകൻ നല്ല രീതിയിൽ എത്തണം, അത് അവനായിരുന്നു എനിക്ക് പ്രതീക്ഷ. ഒറ്റ മോനാണോ? 2 പെൺകുട്ടികളുണ്ട്, അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഇവനാണ് പ്രതീക്ഷ, ഇവനെ 4 ആൾ അറിയപ്പെടുന്ന നല്ലൊരു കുട്ടിയാകണം. നല്ല കുട്ടിയാ അബി, നല്ല മനസ്സലിവുള്ള കുട്ടിയാ. മനസ്സലിവ് എല്ലാവർക്കും മനസ്സിൽ. അത് എന്തിനു ചെയ്യണമെങ്കിൽ ഞാൻ കൂടെ നിൽക്കും, ആരെന്ത് പറഞ്ഞാലും. അവൻ ഞങ്ങളൊരു എന്താ പറയാ, ഒരു ഫ്രണ്ട് പോലെയാണ്. അമ്മയുടെ പേരെന്താ? ലത. ലത എന്നാ? അമ്മ അങ്ങനെയല്ല പറയണ്ട, അമ്മ കരഞ്ഞ് എന്നെ കരയിക്കരുതെന്ന് പറ, അത് അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഇവൻ ഒരു എന്താ പറയാ, അവനോടുള്ളൊരു നല്ല, അവനായിട്ടാണല്ലോ എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് തോന്നി അതെനിക്ക് തോന്നി അമ്മയ്ക്ക് ഒരു സർപ്രൈസ് പോലെ കൊടുത്തതാണല്ലേ. പക്ഷെ ഞാനും ജനിച്ച് പിന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, എന്റെ മകനായിട്ട് എന്നെ ഇവിടെ എത്തിച്ചില്ലേ. അമ്മ അങ്ങനെ പുറത്തേക്കൊന്നും വരില്ല. അവിടെ വിട്ടിട്ട് വടക്കഞ്ചേരി അങ്ങനെ വിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല, പണിക്കല്ലാണ്ട്. വലിയ പെമ്പിള്ളേരൊക്കെ പറഞ്ഞു കൂട്ടുകാരന്മാരെ കൂട്ടിയിട്ട് പോകും, അല്ലെങ്കിൽ വലിയ അളിയനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അവനെ അമ്മ എന്നെ വരണം ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു, ഇന്നലെ വരെ പറഞ്ഞു, കുറെ പേര് വിളിച്ചിട്ട് പറഞ്ഞു അമ്മയാണോ വരുന്നത് ചോദിച്ചു. അമ്മനെ എന്തിനാ കൂട്ടിട്ട് പോണ്, ഇത്ര വലുതായില്ലേ, എന്തിനാ അമ്മനെ കൂട്ടിട്ട് പോണെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ കൂടെ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഞാൻ തളർന്നിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ കൂടെ എന്റെ അമ്മയായിരുന്നു. എന്റെ കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നില്ല. ചിലവര് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മുമ്പ്, അവരൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒക്കെ അങ്ങനെ സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ അവരെന്നെ ഒഴിവാക്കാൻ തുടങ്ങി. അത് കാരണം ഇവൻ ഇതിൽ നിന്ന് നേരെയാവോ തോന്നിയിട്ട് എല്ലാവരും ഒഴിവാക്കാൻ തുടങ്ങി. ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും ഒഴിവാക്കി. ഒരു കുത്തുവാക്കുകളായിരുന്നു. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും? എന്തിനാ വീഡിയോ എടുക്കണേ, നീ ഇങ്ങനെ റീച്ചിന് വേണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്തിനാ ഒരു ഇതില്ലാണ്ട് വീഡിയോ എടുക്കണേ, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. പൈസകൾ അനാമത്തോണ്ട് നമ്മള് നന്നായി അധ്വാനിച്ചിട്ട് പൈസ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കല്ലേ ഓരോ ആൾക്കാർക്ക്. അപ്പൊ അത് വെറുതെ പൈസ അനാമത്ത് കളയല്ലേ, അതിനെന്താ ഉപകാരം എന്ന് പറഞ്ഞ ഞങ്ങള് അമ്മയും മകനും അതിൽ തന്നെ പിടിച്ചു നിന്നു. അവര് വിചാരിക്കണം നമ്മളിങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത് പൈസക്ക് വേണ്ടിയല്ല, നമ്മളെ പോലെ തന്നെ അവരൊരു മനുഷ്യന്മാരല്ലേ, അവർക്ക് നമ്മുടെ കഴിയുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെയും അപ്പോഴും പറഞ്ഞു, ഇപ്പോൾ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ ആരും സപ്പോർട്ടിങ്ങൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഒരാൾക്കും അറിയില്ല, എൻ്റെ കൂട്ടുകാരന്മാർക്ക് ആർക്കും അറിയില്ല, ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഇതുണ്ടാവും. ഫ്രണ്ട്സ് എനിക്കില്ല പൊതുവേ, അപ്പം അതിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിരിക്കും. പുറത്ത് ആരടുത്തും പറയണ്ട, എന്താണ് ചിലവർക്ക് അസൂയായിരിക്കും, ഇതൊന്നും നമ്മൾക്ക് എന്തോ നേട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളത്, അങ്ങനെ പല ഇതായിരിക്കും. അബി ഡിഗ്രി ഏതാ പഠിക്കുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ പൊളിറ്റിക്സ്. വർക്കിനും പോകുന്നുണ്ട്. പൊളിറ്റിക്സ്. ജോലി എന്താ എടുക്കുന്നുണ്ട് നീ 18 വയസ്സിലെന്ന് പറയുന്നത്? എന്താണ്? ഇലക്ട്രീഷ്യൻ പണിയോ? പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, ഇപ്പൊ ഇങ്ങനെ കുറച്ച് പഠിച്ചു. രാത്രി നൈറ്റ് ആണ് പോണത്. ഇന്നലെ പോയി, ഞാൻ പോയി 1 മണിക്കാ വന്നു. രാത്രി 1 മണിക്ക് വന്നു, ഇന്ന് 6 മണിക്ക് എൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ. ജോലിക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോകേണ്ടി വരിക വീട്ടിലെ അവസ്ഥ കൊണ്ടാണോ അതോ ഇഷ്ടം കൊണ്ടാണോ? ജോലി ഞാനും പറയണം, കഷ്ടപ്പെട്ട് ജീവിക്കണം, അല്ലാണ്ട് അച്ഛനും അമ്മയും സമ്പാദിച്ചിട്ട് ജീവിക്കാൻ പാടില്ല. കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പൊ ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും ഇവനെ പറ്റി നല്ല അഭിമാനമാണ്. എന്താ പഠിച്ചിട്ട് പണിക്ക് പോയി പഠിക്കുകയല്ലേ, വർക്കും ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതലേ ഒരു പാത്രക്കടയിൽ ഓരോ കടകളിൽ നിന്നിട്ട് അങ്ങനെ ആ ശീലമാണ്. 9ാം ക്ലാസ് 14 വയസ്സില് എന്താണ് ആദ്യം ചെയ്ത ജോലി? ആദ്യം ഞാൻ ഫർണിച്ചർ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫർണിച്ചർ പണിക്ക് പഠിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പഠിക്കാന്നുള്ള മൈൻഡിലല്ല പോയത്, വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് പോയത്. അപ്പൊ ഫർണിച്ചർ പണിക്ക് ഫർണിച്ചർ പണിക്ക് പോയപ്പോ അവര് നമ്മുടെ മുഖത്തിന്റെ പേരിൽ അവര് മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഫേസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവര് മാറ്റി, പിന്നെ വിളിക്കാണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മളെന്നോ ഒഴിവാക്കിയവരെ നാളെ നമ്മൾ തേടി വരും, അത് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒന്നും ശരി പറഞ്ഞിട്ട് വിട്ടിട്ട് അടുത്ത പണിക്ക് പോയി. ഞാൻ മറ്റേ പാത്രക്കടയിൽ പോയി, അവിടെ പോയി പണിക്ക് നിന്നു. അവര് നമ്മുടെ എല്ലാത്തിനും നിന്ന് കുഴപ്പമില്ല, അവർക്കൊന്നും കുഴപ്പമില്ല. ആദ്യം കിട്ടിയ സാലറി എത്രയായിരുന്നു? ആദ്യം കിട്ടിയ എനിക്ക് 250 രൂപ. 250 രൂപ. പണിക്ക് പോകുമ്പം എന്തായിരുന്നു മനസ്സിൽ? വീട്ടിലെ കഷ്ടപ്പാടും അല്ലെങ്കിൽ
വീട്ടിലെ കഷ്ടപ്പാട്. ഞാൻ ഞങ്ങക്ക് പ്രാരാബ്ദം കുറെ ഉണ്ട്. ചേച്ചിന് കല്യാണം കഴിച്ചു കൊടുത്തത്, പിന്നെ അങ്ങനെ കുറെ ഒരു വലിയ എമൗണ്ട് തന്നെ ഉണ്ട്. അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റുന്നത് തീർക്കണം. പിന്നെ വീട്ടിന്റെ ആധാരം ബാങ്കിലാണ്, അതെടുക്കണം. പിന്നെ അല്ലാണ്ട് തന്നെ ഇപ്പൊ ഒരാഴ്ച ഞങ്ങൾക്ക് ഒരു 10-15,000 രൂപ വേണ്ടി വരും ഒരാഴ്ച അടവിന് മാത്രം. ഈ കുഞ്ഞു കുഞ്ഞു ലോണുകള്. അപ്പൊ കുറെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് അടവിന് മാത്രം ഒരാഴ്ച ഒരു 10-15 രൂപ വേറെ എന്തായാലും പോകും. അപ്പൊ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നവരെ തീർക്കണം എന്നുള്ള മൈൻഡിൽ ഞാൻ പോകും. അപ്പോഴും എന്നെ കുറെ പേര് ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നും മെയിൻ ആക്കാറില്ല. അപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും അച്ഛനും എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നീ ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പം അബിയുടെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഒരു അമ്മയ്ക്ക് ആദ്യമായിട്ട് വിഷുക്കോടി എടുത്ത് കൊടുക്കുന്നതെന്ന്. അപ്പം ആദ്യം പറഞ്ഞു 50 രൂപ കൊടുത്തതാണ് തുടങ്ങിയതെന്ന്. പിന്നീട് ഇതൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തുടങ്ങുമ്പോൾ എങ്ങനെ പറയാം, മച്ചാന്മാരെന്ന് അല്ലേ, മച്ചാന്മാരെ നമുക്ക് അവരെ സഹായിക്കാം ഇവരെ സഹായിക്കാം എന്ന് പറയുന്നുണ്ട്. അവരുടെ അടുത്ത് ആദ്യം ചെന്ന് സംസാരിക്കും, അത് അവരുടെ അടുത്ത് കുറെ നേരം നിൽക്കും, എങ്ങനെയാണ്? അവരുടെ അടുത്ത് നമ്മ ഫസ്റ്റ് വീഡിയോ എടുക്കില്ല, ആദ്യം കുറച്ചു നേരം അതിൻ്റെ അടുത്ത് നിൽക്കും, സംസാരിക്കും, മറ്റുള്ളവരുടെ പെരുമാറ്റമൊക്കെ നോക്കും. ഇപ്പൊ നമ്മള് ഒരാളെ നിൽക്കണ്ട, നമ്മ അവര് പോലും അറിയണം, നമ്മ കുറച്ച് മാറുന്നത് നോക്കും അവരെ, കുറച്ചു നേരം ഒരു അരമണിക്കൂർ നോക്കും. അവരുടെ മറ്റുള്ളവർ അങ്ങനെ അതിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണമെന്നൊക്കെ നോക്കും. ചിലവരെ കണ്ടിട്ട് തിരിഞ്ഞവരെ നോക്കില്ല, ചിലവർ പൈസ എടുത്തിട്ട് അവര് മുഖത്തേക്ക് വരെ നോക്കില്ല, അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നേരെ പോകും. നോക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും. നമ്മ എന്തോ വലിച്ചെറിഞ്ഞ് കൊടുക്കണ പോലെയാണ് അവര് കാണിക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ തോന്നിയിട്ട് അവരുടെ മുമ്പ് വെച്ചിട്ടാണ് ഞാൻ കടയിൽ പോയി ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അത് വിഷുവിന്റെ ടൈമിലാണ്. അപ്പൊ അങ്ങനെ കൊടുത്തു. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന പൈസ ഞാൻ കൊടുത്തു. ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല, ആ റോഡ് സൈഡിൽ കുറെ പേര് ഇരിക്കുന്നുണ്ടാവും, അവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കും. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെ കൊടുക്കില്ല. എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം എന്നെ കൊണ്ട് പറ്റുന്നവരെ എല്ലാവരും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. വീഡിയോ എടുക്കുന്ന ആരാ നേരം? അത് ചിലപ്പോ കൂട്ടുകാരനുണ്ടാവും, ഒരാളുണ്ടാവും. അവനാണ് ഞാൻ വിളിക്കുമ്പോൾ വരിക, ഓടിയെത്തും. ഈ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അതിന് ടീച്ചറിന്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു, അത്യാവശ്യമായിരുന്നു. അപ്പം വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഓടി വന്നു. ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി കൂടുതൽ അവനാണ്. ഫസ്റ്റ് അവൻ പോലും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് വീഡിയോ എടുത്തത് എൻ്റെ അമ്മയാണ്. ഫോണിൽ വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു ഇതും ഇല്ല, ഫോണ് പോലും ഇല്ല. എന്റെ ഫോണൊക്കെ പൊട്ടി ക്യാമറ ഒക്കെ വെച്ച് അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ആ ഫോൺ തന്നെയാണ്. അപ്പൊ അവൻ ക്യാമറ റെന്റിന് എടുത്തിട്ട് അതിനോടൊപ്പം വീഡിയോ എടുക്കണം. അപ്പോഴും എനിക്ക് വീഡിയോ എടുത്തതിന് മുമ്പൊക്കെ ഉണ്ടാകുന്ന അമ്മയാണ്. അമ്മയെ എടുത്തു തരും. അമ്മയ്ക്കൊന്നും അറിയില്ല എടുക്കാനൊന്നും. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ എടുക്ക് അങ്ങനെ പറയും. അപ്പൊ അവരങ്ങനെ എടുത്തു തരും, അമ്മ എടുക്കുകയും. അപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ? 1 വർഷമല്ല, അതിന് മുമ്പ് തുടങ്ങി, പിന്നെ കുറച്ച് വിട്ടു. അതന്നെ കുറെ പേര് നെഗറ്റീവ് പറഞ്ഞപ്പോ ഫസ്റ്റ് ഡൗൺ ആയി. ഡൗൺ ആയപ്പോ അമ്മ പറഞ്ഞു, ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, വെറുതെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തായാലും പറയണവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അതിലൊരു മാറ്റവും വരില്ല. അപ്പൊ അതൊന്ന് മാറി ചിന്തിക്കും. ഈ പറഞ്ഞു ഇപ്പൊ നമ്മുടെ കളിയാക്കണെ കൊണ്ടുതന്നെ നാളെ നല്ലതെന്ന് പറയിപ്പിക്കും. അങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നിട്ടാണ് എൻ്റെ അമ്മയും അച്ഛനും എപ്പോഴും. അപ്പോൾ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന എൻ്റെ അമ്മയാണ്. എനിക്ക് എപ്പോഴും പറയാനുള്ളത് എൻ്റെ അമ്മനെ കുറിച്ചാണ്. പറഞ്ഞോ. എനിക്കാണ് സത്യം പറഞ്ഞാൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റണില്ല. സത്യത്തിൽ അതാണ് അവസ്ഥ. നിങ്ങൾ രണ്ടുപേരും കൂടെ നമ്മളിവിടെ എന്താ പറയുക, ഇൻ്റർവ്യൂവിന് വരുന്നതോടെ നിങ്ങളെ വന്നിരുത്തിയപ്പോഴൊക്കെ ഞാൻ എന്ത് സന്തോഷത്തോടെ ചിരിച്ചോണ്ടാണ് വർത്തനം പറഞ്ഞത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയുടെ മുഖത്തേക്ക് ഞാൻ കരഞ്ഞു പോകും. നമുക്കറിയാം, ആ അമ്മ അവിടെ വന്നിരുന്നപ്പോഴേ, അമ്മ കരഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഒരുപാട് അനുഭവിച്ചിട്ടാണ് എൻ്റെ മകനെ എനിക്ക് ഇവിടെ വരെ എത്തിച്ചത്. ഒറ്റ പ്രതീക്ഷ അവൻ മാത്രമേ ഉള്ളൂ. അവൻ നല്ലവനമ്മ. അമ്മ കരഞ്ഞോട്ടെ, ഞാൻ കരഞ്ഞപ്പോൾ. ശരിക്കും ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് ഇങ്ങനെ പെയിൻ എടുക്കുന്നുണ്ട്. നമുക്കറിയാം, എൻ്റെ അമ്മയാണെങ്കിലും ഇപ്പം ഈ ഇതുപോലൊരു കസേര വന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച, എൻ്റെ അപ്പനും അമ്മയും അനുഭവിച്ച വിഷമങ്ങൾ, കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചത് ഒക്കെ എനിക്കറിയുമ്പോൾ അവരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതൊക്കെയാണ് സന്തോഷങ്ങൾ. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എൻ്റെ അമ്മ അതുകൊണ്ട് ഞാൻ ഒരു വാക്കുപോലും പറയാൻ കൊണ്ടുവന്നു. സത്യം, എന്നെ പോലും ഞെട്ടിപ്പിച്ച് കൊണ്ടുവന്നത്. നമ്മളൊക്കെ പറയും ഓരോ ചാനലുകാർ ഇപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ അല്ല അവരത് മനഃപൂർവ്വം, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞ പോലെ മനഃപൂർവ്വം. പക്ഷേ സത്യമായിട്ട് അമ്മ എനിക്കറിയില്ലായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഈ സെറ്റപ്പ് എല്ലാം മാറ്റി നിങ്ങൾക്ക് വേണ്ടി ഒരു സോഫ. നമ്മൾ അബിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കും, കുറച്ച് പേഴ്സണലി കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ടും അതിനെ എന്താ പറയുക, വളരെ ഹാർട്ട് ടച്ചിങ് സ്റ്റോറി എന്നുള്ള അവസ്ഥയായി പോയി. അമ്മ കരയരുത്. ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മ ഇപ്പം കരഞ്ഞോ, ഇവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചോണ്ടേ പോകാവുള്ളൂ. കാരണം അമ്മ പറഞ്ഞ പോലെ മകം വഴിയാണ് നമ്മൾ അറിഞ്ഞത്, അതുപോലെ തന്നെയാണ് അത്
അത് സന്തോഷത്തിന്റെ കണ്ണീരാവണം, ഇനി വിഷമത്തിന്റെ കണ്ണീരൊന്നും വേണ്ട. അല്ല ഇനി ഇവിടെ അങ്ങോട്ട് എനിക്ക് സന്തോഷമായിരിക്കണം. ആയിരിക്കും, അതെന്താണേലും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലത് വരാനായിരിക്കും. നല്ലത് വരും. നല്ല 3 മക്കളില്ലേ, നല്ല ജീവിതങ്ങളില്ലേ, ഇങ്ങോട്ട് വന്നില്ലേ. അപ്പൊ അഭി ചെയ്യുന്ന പോലെ കുറെ ആളുകള് വഴിയിൽ കിടക്കുന്ന പോലെ നമ്മൾ കിടക്കുന്നില്ലല്ലോ, അല്ലേ അഭി? നമ്മളൊക്കെ എന്ത് ബ്ലെസ്സിങ്. അല്ല ഇനി ഇവിടെ അങ്ങോട്ട് അല്ല എനിക്കിപ്പോ സ്വർഗമാണ്. അങ്ങനെ 2 മക്കളുടെ ബാധ്യത കഴിഞ്ഞു. ഇപ്പൊ മകനും ഞങ്ങളും കൂടി ഇങ്ങനെ നടക്കണു. അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കൂലിപ്പണി. അമ്മ എന്ത് തൊഴിലുറപ്പ്? അല്ല കാറ്ററിങ്ങിന് പോകുന്നുണ്ടല്ലേ? ഭക്ഷണം വെക്കാൻ. അഭി ഇടയ്ക്ക് പറഞ്ഞിരുന്നു ആദ്യം ജോലിക്ക് ചെന്നപ്പം മുഖം ഇങ്ങനെ ആയതുകൊണ്ട് മാറ്റി നിർത്തിയെന്ന്. ഒരുപാട് സ്ഥലങ്ങളിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും മാറ്റി നിർത്തണ്ട. അപ്പൊ എന്നെ കാണുമ്പോ 2 അടി ബാക്കിൽ നിൽക്കുന്ന പലരും ഉണ്ട്. അത് പറഞ്ഞ ഫാമിലിയിൽ തന്നെയാണ്. എന്ത് പറ്റിയതാണ് ഇത്? അത് ജന്മനാ ഉള്ളതാണ്. ട്രീറ്റ്മെന്റ് ഓപ്പറേഷനോ? ഞാൻ നേരത്തെയൊക്കെ കൊണ്ടുപോയപ്പോ അവർ ചെയ്യാൻ പറ്റില്ല, ബ്ലീഡിങ് നിക്കില്ല. ഇതെന്താണ് അവസ്ഥ? എന്താണ് അത് ഞരമ്പില് ബ്ലഡ് വരുന്നതാണ് പറഞ്ഞു. ബ്ലീഡിങ് നിക്കില്ല. സർജറി ചെയ്താലും ബ്ലഡ് നിക്കില്ല എന്ന് പറഞ്ഞു. മുമ്പ് പോയപ്പോ, കുറച്ച് വർഷം മുമ്പ് പോയപ്പോ അവര് പറഞ്ഞു ബ്ലഡ് നിക്കില്ല പറഞ്ഞു. അപ്പൊ റിസ്ക് എടുത്ത് ചെയ്യണം പറഞ്ഞു. ഇത് മുഖത്ത് ഞരമ്പിലകത്തെ ബ്ലഡ് ഇവിടെ വന്ന് കൂടിക്കിടന്നിട്ട് സ്കിൻ താന്നേക്ക് വീണതാണ് അല്ലേ? അല്ലാണ്ട് വേറെ ഇപ്പോഴും നമ്മൾക്ക് ചെയ്യണേ ചെയ്യാം. അപ്പൊ ബ്ലീഡിങ് നിക്കുവോന്നൊരു വലിയ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. വലിയതൊന്നും ഞാൻ ചോദിക്കാൻ കാരണം എലൈറ്റില്, കോഴിക്കോട്, മംഗലാപുരം എല്ലായിടവും കാണിച്ചു. ഇത് അമ്മ പറഞ്ഞു ജനിച്ചപ്പോഴേ. അപ്പൊ ഇത്രയില്ല. പിന്നെ അവര് പറഞ്ഞു 18 വയസ്സ് വരെയാണ് ഇതിന്റെ വളർച്ച. 18 വയസ്സ് ഇനി വളരില്ല. ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ചുങ്ങിപ്പോവും. അതായത് ചെറുതിലെ തന്നെ പറഞ്ഞിരുന്നു ചിലപ്പോ. അപ്പൊ ഒരു 18-19 വയസ്സാകുമ്പോഴേക്കും അത് ചിലപ്പോ ചുങ്ങിപ്പോകും. ഈ സ്കിൻ ഡോക്ടേഴ്സിനെയാണല്ലേ കാണിച്ചിരിക്കുന്നത്? നമ്മളെ സർജറി ഡോക്ടറിനെ, പ്ലാസ്റ്റിക് സർജറി. അപ്പം അപ്പോഴും അവരും ഈ റിസ്ക് ആണ് പറയുന്നത് അല്ലേ? നമ്മുടെ സ്വന്തം റിസ്ക് ചെയ്യാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഡോക്ടർമാര് പറഞ്ഞു ഇതൊരു ഇതായിട്ട് കണക്കാക്കണ്ട, ഞങ്ങള് അതങ്ങനെ ഇരുന്നോട്ടെ, ഞങ്ങൾക്കും വലിയ കുഴപ്പമില്ല. ഇതൊരു അസുഖമൊന്നുമല്ല. ഇത് ചിലരൊന്ന് കാണുന്നതാണ്. പെട്ടെന്ന് ചിലരുണ്ട്, ചിലർക്ക് കാലില് ഒക്കെ ആയിരിക്കും. ഞങ്ങളുടെ ആ ഭാഗത്ത് വേറൊരു കുട്ടിക്കുണ്ട്. സർജറി ചെയ്താൽ 2-3 വർഷം കഴിഞ്ഞാൽ വീണ്ടും വരാം. നമ്മള് 1 ലക്ഷമോ 1.5 ലക്ഷമോ കൊടുത്തു ചെയ്തു. നമ്മൾക്ക് തീരെ അത് മാറിപ്പോവോ ചോദിച്ചാൽ അത് ഉറപ്പില്ല. നമുക്ക് തൽക്കാലം ചെയ്യാം, പിന്നെയും വീണ്ടും ഇതുപോലെ വരുമ്പോ വീണ്ടും ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഇതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതൊരു ഐശ്വര്യമാണ് പറഞ്ഞ് നമ്മൾ നടക്കുക. ഐശ്വര്യല്ലേ? അബിയുടെ ഇതിന് വേദനയുണ്ടോ? ചെറുപ്പത്തിൽ വേദന ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അബിക്ക് അത് മനസ്സിലാവില്ലല്ലോ, അമ്മ പറഞ്ഞ പോലെ. ചെറുതിലെ ഇത്രയും വലുതല്ല, എന്നാലും ഇങ്ങനെ ചെറുതായിട്ടുണ്ടാകുമ്പോ കുഞ്ഞായിരിക്കുമ്പോ അബിക്ക് എന്തായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്? എനിക്ക് അപ്പൊ ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് അറിവ് വെച്ചിട്ടില്ല, അപ്പൊ ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ചിലരങ്ങനെ മാറ്റി നിർത്തുമ്പോ മനസ്സിലുണ്ടാവും, പക്ഷെ നമ്മൊന്നും അതിൻ്റെ അടുത്ത് പറയില്ല. അവര് മുഖത്ത് നോക്കിയിട്ട് ഒരു ഇതുപോലെ കാണിക്കും, പക്ഷെ നമ്മൊന്നും പറയില്ല അതിൻ്റെ അടുത്ത്. നമ്മൾ അതിൻ്റെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്താൽ അവരും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യില്ല. അതെ, ആളുകൾക്ക് ഇത് എന്തോ അസുഖമാണോ? അസുഖം മാത്രമല്ല ആ ചെക്കൻ എന്നുള്ള ഒരു മുമ്പ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ആൾക്കാർ എന്നെ കാണുമ്പോ ക്ഷയിക്കാൻ ആരുടെ പൂജ. അത് നേരത്തെയൊക്കെ അങ്ങനെയാണ്. അത് അവന്റെ അച്ഛന്റെ ഫാമിലിയാണ് കൂടുതലും. അത് നമ്മള് വരുന്ന ഒരു നാട്ടിൻപുറത്തിന്റെ ഒരു പ്രത്യേകത കണക്കിലേ എടുത്തിട്ടില്ല. ഇപ്പൊ അബിക്ക് ഇതും കൊണ്ട് ഇപ്പം വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾക്കൊരു സൗഹൃദങ്ങളുണ്ട്, നമുക്ക് ചെന്ന് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കാം. ഇപ്പൊ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷവും എങ്ങനെയുണ്ട് കോൺഫിഡൻസ് ഇപ്പൊ ആളുകളോട് സംസാരിക്കാനാണെങ്കിലും? നല്ല കോൺഫിഡൻസ്. ഞാൻ കോളേജിൽ പോകുമ്പോ തന്നെ നമ്മൾ വെറുതെ നിന്ന് ബസ് ഇറങ്ങി നിന്നാൽ മതി, കുറെ പിള്ളേർ വരും സംസാരിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ കോളേജിലെ എല്ലാ പിള്ളേർക്കും തന്നെ അറിയാം, ഒരാൾക്കും അറിയത്തില്ല. മുമ്പാണെങ്കിൽ അത്ര പേർക്കൊന്നും അറിയില്ല. നമുക്ക് അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് പേര് നമ്മളെ പോയി സംസാരിക്കണം. ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന സംസാരിക്കും. അത് വലിയൊരു സന്തോഷമാണ് കാണുമ്പോ തന്നെ. നമുക്ക് നമ്മളെവിടേക്കും റോട്ടിൽ കൂടെ ഞങ്ങൾ വണ്ടിയിൽ പോണ സമയത്ത് അതാ യൂട്യൂബർ പോണോ പറഞ്ഞ് വണ്ടിന്റെ പുറകെ വന്ന് വണ്ടി നിർത്തുകയാണ് അവര്. ഇടയ്ക്ക് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെ പോകുമ്പോഴും നല്ലൊരു അഭിമാനമാണ് ഇപ്പൊ. വണ്ടിന്റെ ബാക്കിൽ വരും ദൂരത്ത്. അല്ല, അത് രജിസ്ട്രേഷൻ ആണ്, ആണല്ലോ അറിയപ്പെടുന്നത്. പെട്ടെന്ന് നോക്കുമ്പോ ഇല്ലെങ്കിൽ
ഇപ്പൊ എന്നെ കാണുമ്പോൾ ആൾക്കാരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയാണ്. അഭിയെ കാണുമ്പോൾ അയ്യോ അഭി ചേട്ടൻ വ്ളോഗർ അഭി എന്ന് പറയാൻ പറ്റുമല്ലോ. അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, ഒരു കുറവും തോന്നുന്നില്ല. അന്ന് എന്റെ മുഖത്തിനെ പറ്റി കളിയാക്കി വരി, അതായത് ഐഡന്റിറ്റി ആയി എന്റെ ഐഡന്റിറ്റി ആയി. അതെ അതെ ശരിയാ. നമ്മളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുമ്പോൾ അബിക്ക് വേറൊന്നും ചെയ്യേണ്ടി വരില്ല. അബിക്ക് വളരെ, പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ചെറുതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ അതിനെല്ലാം നമ്മൾ കുറച്ച് വളരുമ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലാവും. ഇപ്പോഴും എൻ്റെ അടുത്ത് ചില ആൾക്കാരോ വലുതാകുമ്പോ നോക്കിക്കൂടെ മാന നോക്കിക്കൂടെ, വെറുതെ ഡീസെന്റായി പുറപ്പെട്ടു പോകൊണ്ട് കുട്ടിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയാം, എന്റെ മകനെ ഞാൻ നോക്കണില്ല എന്ന് ദൈവത്തിന് അറിയും. അവൻ എന്റെ മക്കളിനെ ആരും നോക്കാണ്ടിരിക്കില്ലല്ലോ. അബി പിന്നെ കോളേജിൽ ഇപ്പൊ അബി ഒരു സ്റ്റാറാണ്, നാട്ടിലൊരു സ്റ്റാറാണ്. ഇപ്പൊ ഈ പറയുന്ന വ്ളോഗ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഉറുമ്പുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരിത് കണ്ടിരുന്നു. അപ്പം ആരെങ്കിലും ടാസ്ക് പറയുന്നതാണോ ചെയ്യുന്നത്, അതോ ഒരു കണ്ടന്റിനാണോ ചെയ്യുന്നത്? അല്ല, അത് ഞാൻ വേറെ സെക്കൻഡ് അക്കൗണ്ട് ആയിട്ട് ചെയ്തതാണ്. വേറെ ഇപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് വേറെ അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യും പറയും. പക്ഷെ അത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ആ കണ്ടന്റ് മറ്റുള്ളവരെ ബോധിപ്പിക്കണം. അതായത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ ഇന്നലേക്ക് നാളെ അവർ ചെയ്യണം. എന്നാലാണ് റോഡ് സൈഡിലുള്ള ആൾക്കാർക്ക് ഇന്നലേക്ക് നാളെ ഒരു മെച്ചം ഉണ്ടാവും. അപ്പൊ നമ്മളെ അധികൃതർ കണ്ടാലും അവർക്ക് ഒരു തോന്നണം, എന്നാൽ നമ്മൾ ഇത്രയും പേര് വീഡിയോ ഉണ്ട്, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇങ്ങനെ കേരളത്തിൽ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, കണ്ടിട്ട് അവരോടൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇന്ദ്രിയത്ത് വ്ളോഗ് ഇതേപോലെ കുറച്ച് പേരും സഹായിക്കും. ഞാനിങ്ങനെ സഹായിക്കും. വേറെ കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ ചിലവര് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഇങ്ങനെ ഫണ്ട് ഇട്ട് തരും അക്കൗണ്ടിൽ, അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പക്ഷെ ആ കാര്യങ്ങളും ഞാൻ വീഡിയോ ഇടാറില്ല. നമ്മള് ചില സമയത്ത് നമുക്ക് അവരുടെ വീഡിയോ എടുക്കാൻ തോന്നില്ല, അതിന്റെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്കത് വീഡിയോ എടുക്കാൻ തോന്നില്ല, നമുക്ക് ചെയ്താൽ മതി, അതിന്റെ സന്തോഷം നമുക്ക് കണ്ടാൽ മതി. അതായത് വീഡിയോ വരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും മറ്റുള്ളവർക്ക് അറിയില്ല. അബി പിന്നെ ഇനി എന്താണ് നെക്സ്റ്റ് ലെവലിലേക്കുള്ള? നെക്സ്റ്റ് ലെവല് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവാം. എന്നാലാണ് ഇനി വേറെ തലമുറയ്ക്കും അവർ കാണും. വീഡിയോ ആണെങ്കിലും പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോഴും അവർക്കൊരു തോന്നണം, സഹായിക്കണം. നമ്മളെ കൊണ്ട് 1 രൂപയും 1 രൂപ അവർക്ക് കിട്ടണം എന്ന് അവർക്ക് തോന്നണം. ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും അവരങ്ങനെ തോന്നാറില്ല. കുറ്റം പറയല്ല, ഇവർക്ക് ആർക്കാണ് തോന്നാറില്ല. പൈസ കൊടുക്കണം എന്ന് തോന്നാറില്ല. അപ്പൊ അത് മാറ്റണം. കൊച്ചിന് മുഖത്തിന്റെ പേരിൽ കളിയാക്കിയവരുണ്ടോ? ഒരുപാടുണ്ട്. എന്താ അവരൊക്കെ പറയുന്നേ? അവര് പറയില്ല. നമ്മളൊരു അറപ്പ് പോലെ കൊണ്ട് 2 ബാക്കിൽ നിൽക്കും, അത് കാണുമ്പോ നമുക്ക്. പക്ഷെ ഒന്നും പറയില്ല, ചിരിക്കും, ചിരി കൊടുക്കും, മിണ്ടാണ്ട് നിൽക്കും. അല്ല ഇതൊക്കെ ഇപ്പൊ സ്ഥിരമായി ഇപ്പൊ അതൊന്നും ഒരു ഫീലേ അല്ല. ഇപ്പൊ അതൊന്നും ഒന്നുമല്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ്? ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഇറങ്ങാന്നുള്ള മൈൻഡിലാണ്. ഈ ഒരു ലെവലിൽ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് മുമ്പോട്ട് ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ ഒരുപാട് പേരെ അല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും അതും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് ഇന്ന ആൾക്കാരെ സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ട് അബി ഇങ്ങനെ ഒരു ഹെൽപ്പ് ഇട്ടിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ളപ്പം നാളെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും? വീഡിയോ ഇടാത്തതിനല്ല, ഇപ്പം പറയാം നമ്മളിപ്പം ഇപ്പം അബി ചെയ്യുന്നുണ്ട് ഇങ്ങനെ, അപ്പോൾ ഒരാൾ വന്ന് അബിയോട് പറയാണ് അടുത്ത ആളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി പൈസ തരാം, നിങ്ങൾ ഇടൂ എന്ന് പറയാം. അപ്പോൾ ആ വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കുക, നാളെ പറയുവാണ് ഞാൻ തന്ന പൈസ മുഴുവൻ കൊടുത്തില്ല, ആരോപണങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അത്ര ആരോപണങ്ങൾ വന്നാൽ അങ്ങനെ വരില്ല എന്ന് വിചാരിക്കും. കാരണം എൻ്റെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ജെന്യൂനാണ്. എന്നെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത് അവർ നമുക്ക് തരുള്ളൂ. അവർക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ല, കള്ളം ചെയ്യില്ല. നമുക്ക് തന്നിട്ടുള്ള പൈസ ഞാൻ കൊടുക്കും. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി ഇന്നലെ നാളെ ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ അങ്ങനെ കൊടുക്കാണ്ട് നിന്നിട്ടില്ല. എത്രയാണെങ്കിൽ അവർ തരുന്ന പൈസയിൽ കൂടെ ഞാനൊരു 100 രൂപ കൂടുതലല്ലാണ്ട് കുറച്ച് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ പേഴ്സ് എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല, അമ്മയ്ക്ക് ഒരു അച്ഛനും പോലും അറിയില്ല. 1 മാസത്തെ വാടക ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അത് ഒരു പാവപ്പെട്ട വീട്ടുകാരാണ്, അവർ വാടകയ്ക്കായിരിക്കും. അച്ഛനെ മറ്റേ വയ്യാണ്ട് കിടപ്പിലാണ്, അമ്മ മാത്രം വർക്കിന് പോകുന്നു. അവർക്ക് ഒരു മകൻ, അവൻ +2 പഠിക്കുന്നു. അവർക്ക് വീടിന് വാടക കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ഞാനാ കൊടുത്തത്. അത് അമ്മയ്ക്ക് പോലും അറിയില്ല, വീട്ടിലാർക്കും അറിയില്ല, വീഡിയോ ഇട്ടിട്ടുമില്ല. അപ്പോൾ
ഇപ്പം ഒന്ന് കുറ്റപ്പെടുത്തി നാളെ അറിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ഇപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ച് ഇൻബോക്സിൽ വരാറുണ്ടോ? ഓ കുറേ പേര് വരാറുണ്ട്. ചിലവർ ഫ്രീ ഫയർ ഐഡിയുടെ ഗെയിമിൻ്റെ ഐ ഡി ഇല്ല, ഫ്രീ ഫയർ ഗെയിമിന്, അത് ചോദിച്ചിട്ട് വരാറുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഗെയിമിങ് വരായിട്ട് നമുക്കൊരു ഇതില്ല. പിന്നെ ചിലവർ പൈസ വെച്ചിട്ട് വരും. അപ്പൊ ചില സമയത്ത് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവില്ല. ഞാൻ പൈസ കൊടുക്കുന്ന വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ ഒരു ഇൻകം കിട്ടുന്നില്ല. ഞാൻ പണിക്ക് പോയിട്ടാണ് എനിക്ക് പൈസ കിട്ടാൻ. വീട്ടിലും കൊടുക്കണം, എൻ്റെ കാര്യം നോക്കണം, അവർക്കും കൊടുക്കണം. അപ്പൊ അത് മൂന്നും കൂടി റോൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഇപ്പൊ ഈ കൊടുക്കുന്ന എമൗണ്ട് പോലും കോളേജ് വിട്ട് വന്നതിന് ശേഷം കോളേജ് ഇല്ലാത്ത സമയവും പണിയെടുത്ത കാശാണ്. ഇന്നലെ അടക്കം ഞാൻ വൈകുന്നേരം പോയത് 8 മണിക്ക് പോയിട്ട് ഞാൻ 1 മണി 1:30 വീടെത്തുമ്പോൾ. ഇന്നലെ വൈകുന്നേരം ഭക്ഷണം പോലും കഴിച്ചില്ല, വന്ന നേരെ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ചില സമയത്ത് അത് ചിലർക്ക് മനസ്സിലാവില്ല. നമ്മളെങ്ങനെ അവരോട് പറയാനും പറ്റില്ലല്ലോ. ഞാൻ ഇന്നലെ പണിക്ക് പോയി ഫുഡ് പോലും കഴിച്ചില്ല പറഞ്ഞാൽ അവർക്ക് ഇപ്പം വരാൻ പോകും. അവര് മൈൻഡ് ആക്കാറില്ല. ആർക്കെങ്കിലും വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചോദിച്ചു വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ഞാൻ തന്നെ അവിടുത്തെ കുട്ടികളെ എൻ്റെ ചെലവിൽ പഠിപ്പിക്കണം. ആ ഒരു മൈൻഡ് എനിക്ക് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബിൽ നിന്നൊരു ഇൻകം വന്നു കഴിഞ്ഞാൽ ആ ഇൻകം ഫുള്ള് ഞാൻ ഇതേപോലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മൊത്തം തരാം എന്നോട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ റീച്ച് ആയിട്ടില്ല, അത് അധികം ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ്. അല്ല, തോന്നുന്നുണ്ടോ അബി, നമ്മൾ അങ്ങനെ അവരെ വീട് വെച്ച് കൊടുത്താൽ, അവരൊക്കെ എഡ്യൂക്കേഷൻ കൊടുത്താൽ അവരങ്ങനെ നിൽക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ജനുവനായി നിൽക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളായി കഴിയുന്നൊരു സഹായം നമുക്ക് ചെയ്യണമല്ലോ. നമ്മൾക്ക് അത്ര ഒരു വകയില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അവരുടെ മനസ്സിൽ ഒരു നിമിഷമൊക്കെ നമ്മളെ പറ്റി ആലോചിക്കാണ്ടിരിക്കില്ല, എന്തായാലും ആലോചിക്കും. നമുക്ക് അത് മതി, അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം അത് മതി. ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂ, യൂട്യൂബിൽ വരുമാനമൊക്കെ കിട്ടുന്നുണ്ടോ? വരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, നമ്മൾ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആദ്യം വിളിച്ചപ്പം ഫേക്ക് ആണെന്ന് തോന്നിയല്ലേ? അതെന്ത് പറ്റി അങ്ങനെ? എന്റെ മുഖം കണ്ടിട്ടാണോ ഞാൻ ഫേക്ക് ആണ്? മറ്റേ നമ്മള് ചോദിക്കല്ലേ, ഇത്രയും ഫേമസ് ആയി എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയല്ല. അപ്പൊ എനിക്ക് അങ്ങനെ അധികാരം മെസ്സേജ് അയക്കാറില്ല. മെസ്സേജ് വരും, മെസ്സേജ് വരാറില്ലെന്നോ? എടുത്തു നോക്കിക്കാൻ ഞാൻ എന്ന് മുതലുള്ള മെസ്സേജ് ഇങ്ങനെ ചക നോക്കാഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതിന് പോലും ചെന്നു സാർ ഒരു ഇന്റർവ്യൂ തരുമോ എന്ന് തന്നെ ഞാൻ ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഫാൻ ബേസ് ആയിട്ടുള്ള കുറെ മെസ്സേജ് വരും, നമുക്ക് എല്ലാം നോക്കാനുള്ള സമയം കിട്ടില്ല. ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് നോക്കാൻ സമയം കിട്ടില്ല. 2-3 മാസം മുമ്പ് അയച്ച മെസ്സേജ് അതുവരെ നോക്കിയിട്ടില്ല, നമുക്ക് സമയം കിട്ടില്ല. ഇത് നോക്കിയാ ബാക്ക് അടിക്കണമെങ്കിൽ പിന്നെ ഒരു പത്രം വന്ന് കിടക്കും. ഇത് നമുക്ക് നോക്കാൻ. ഇപ്പൊ പുതിയതായിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, ബ്ലോഗർ അഭിയുണ്ട്. അതിലും ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോഴേക്കും പിന്നെ ഇതിൽ വരണം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല, റിപ്ലൈ കൊടുക്കാൻ കുറെ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ടായിരുന്നോ ഞാൻ ഫേക്ക് ആണെന്ന് വിചാരിച്ചേ? അല്ല, ഞാൻ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോ ഫോളോവേഴ്സ് ഒന്നും ഇല്ല, കമ്മിയാണ്. അപ്പോ ഒരു തോന്നിയില്ല. പിന്നെ വീഡിയോസ് ഒക്കെ നോക്കി, ഫോളോവേഴ്സ് ഇല്ല, ഞാൻ കമ്മിയാണല്ലേ. പോസ്റ്റ് ഒക്കെ നോക്കി, പോസ്റ്റ് നോക്കിയപ്പോ കുറെ വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ, കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ കണ്ടപ്പോ ജെന്യൂനായി തോന്നി. അപ്പോഴാണ് എനിക്ക് ചാനലിന്റെ ലിങ്ക് അയച്ചത്. അപ്പൊ കയറി നോക്കിയപ്പോഴും അബി, എനിക്ക് സത്യത്തില് നിങ്ങളുടെ ജനറേഷനിലുള്ള ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ അങ്ങനെ വ്യക്തമായി അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിലത്ര ആക്റ്റീവ് അല്ല. നമ്മളൊക്കെ പറയുന്ന പോലെ ഞങ്ങളൊക്കെ ഈ തള്ള വൈബ്, അമ്മാവൻ വൈബൊക്കെ ആയതുകൊണ്ട് ഫേസ്ബുക്കിലുള്ള ജീവിതമേ ഉള്ളൂ. അവിടെ നിന്ന് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പം ഈ നിങ്ങളൊക്കെ എങ്ങനെയാണ് ആളുകളെ സോർട്ട് ഔട്ട് ചെയ്യുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കമ്മിയാണെന്ന് എനിക്ക് എൻ്റെ 2000 ആളുകളെങ്ങാണ്ടേ ഉള്ളൂ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അതാണ് ഒരു മെയിൻ കാരണം. എന്താണേലും അബി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇനി ശ്രദ്ധിക്കണം എൻ്റെ പ്രൊഫൈൽ. എനിക്കല്ലേ അമ്മേ? അപ്പം നമ്മുടെ ഇൻ്റർവ്യൂ ഔട്ട് ആയിക്കഴിഞ്ഞാൽ എന്താകുമെന്നായിരിക്കും അമ്മയും അബിയും വിചാരിക്കുന്നത്? എൻ്റെ മൈൻഡ് പിള്ളേരുടെ ഇടയിൽ കുറച്ചും കൂടെ ഒരു വില വരും. കളിയാക്കിയതിൽ എന്നാലും ഞെട്ടും. എൻ്റെ അമ്മയുടെ മുഖത്ത് വരുന്ന ചിരി, എന്റെ ഹൈലൈറ്റ് അതാണ്. എനിക്കത് മതി, എനിക്കതാണ് എല്ലാം. അമ്മയുടെ മുഖത്ത് എന്നിട്ട് അമ്മ ചിരിക്കുമല്ലോ, അമ്മ കരയുവാണല്ലോ. സന്തോഷം കൊണ്ടാ സാറേ കരയുന്നത്. അമ്മ കരഞ്ഞിട്ട് അമ്മ ചിരിക്കുകയും കരയും കൂടെ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ എന്തിനാണ് എന്നെ കരയിക്കുന്നത് ചോദ്യം. മറ്റേ എപ്പോഴും ചിരിച്ചിരിക്കണം അവൻ വരും.
എപ്പോഴും ചിരിക്കണ മോൻ വരും. ഉം. ഇപ്പോഴും സന്തോഷം കൊണ്ടാണ് കരയുന്നത് അല്ലേ? കണ്ണൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ ഞാൻ കരയിച്ചു എന്നൊക്കെ ഉള്ളൊരു പേരാകും. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ ഒന്നുമേ ചെയ്തിട്ടില്ല അമ്മേനെ. അമ്മയുടെ മുഖത്ത് കരച്ചിൽ കാണുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ മുഖത്ത് സങ്കടവും സന്തോഷവും കലർന്ന് എൻ്റെ കണ്ണ് നിറയുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവരും പറയും മക്കളെ ഓർത്ത് അഭിമാനം അതുണ്ടാവും, പേരൻസിന് ഉണ്ടാവും. അതെന്താണല്ലോ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എനിക്ക് അതാണ് ഏറ്റവും വലുത്, ഞങ്ങളുടെ മേലെ ആൾ അറിയപ്പെടണം. ഞാൻ അത് പറഞ്ഞിട്ടാ വന്നതും. എനിക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങി പറഞ്ഞേ, അതില് 5 ദിവസം കൊണ്ട് 1 മില്യൺ കയറി. അപ്പോ ഞാൻ പോലും വിചാരിച്ചില്ല കയറുന്നു. ഞാൻ ഇന്ന് വൈകിട്ട് ഇട്ടു, പോസ്റ്റ് ഇട്ടു, രാവിലെ അടിച്ച് ഉറങ്ങി നോക്കുമ്പോ അത് നല്ല വ്യൂസ് കയറി, 60K എന്തോ കയറി. ഞാൻ ഡാൻസ് കളിച്ചു കൂട്ടിയിട്ട് സന്തോഷം കൊണ്ട് എനിക്ക് പെട്ടെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ഡാൻസ് കളിച്ചു. അമ്മയൊക്കെ എന്താണ്ടാ കാട്ടിൽ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു. നമുക്ക് അതൊരു ഇതാണ്. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം എൻ്റെ 2 ചേച്ചിമാര് അത് സ്റ്റാറ്റസ് ഇട്ടു. അവർക്ക് എല്ലാവർക്കും അഭിമാനമാണല്ലോ. ചേച്ചിമാരുടെ കാര്യം ഞാൻ ചോദിച്ചില്ല. ചേച്ചിമാരുടെ ഒക്കെ പേര് പറയൂ, അവരെന്തെടുക്കുന്നു? 2 ചേച്ചിമാരാണുള്ളത്. വലിയ ചേച്ചി അശ്വതി, ചെറിയ ചേച്ചി അൻസു. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. വലിയ ചേച്ചി ഹൈദരാബാദാണ്, ചെറിയ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്, ആലത്തൂര്. ആൾക്ക് ഒരു മോളും മോനും. ഇവൾക്ക് 2 ചക്ക. വലിയ ചേച്ചിക്ക് 2 ചക്ക. രണ്ടുപേരും സ്കൂളിൽ പോണു. അപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അച്ഛനും അമ്മേനെയും കുറച്ച് കഴിഞ്ഞിട്ട് പണിക്കൊക്കെ വിടാണ്ട് അല്ലേ? പണിക്ക് വിടാണ്ട് എന്നെ വീട്ടിലിരുത്തും. പണിക്ക് വിടാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പണിക്ക് പോകണം, നമ്മുടെ ആരോഗ്യം നശിച്ചു പോവും. നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം പോവാണ്. പണിക്ക് പോണം, അധികം ഇതില്ലാണ്ട് ഇപ്പൊ പോണ പോലെ അല്ലാണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും പണി. ഇപ്പൊ എന്റെ അമ്മ ഉറങ്ങിയിട്ട് തന്നെ എത്ര ദിവസം ചോദിച്ചു നോക്ക്. വെപ്പ് പണിയാണ്. രാത്രിയാ പോവുക. രാത്രി പോയാൽ പിറ്റേ ദിവസം വരുമ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരിക. ഉച്ചയ്ക്ക് വന്നാൽ പിന്നെ 2 മണിക്ക് പോകും. ഉറക്കം കിട്ടില്ല. പണിക്ക് പോണത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് കൂടുതൽ പൈസ കിട്ടുമല്ലോ. കടം കുറേ ഉണ്ട്. അപ്പോൾ പണിക്ക് പോകാണ്ട് അച്ഛനും അമ്മനെയും നോക്കണം. അച്ഛനാണെങ്കിൽ ഇടയ്ക്ക് മറ്റേ മരത്തൊന്ന് വീണിട്ട് ഇടുപ്പൊന്ന് മറ്റേ നട്ടല് ഒന്ന് ഇതായി സ്ക്രാച്ചായി. അപ്പം അങ്ങനെ അതുകൊണ്ട് വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന്. ഇപ്പം അന്നേരം പണിക്ക് പോവില്ല എന്നല്ല, വലിയ പണി ചെയ്യാൻ പറ്റില്ല. അപ്പം അച്ഛനും അമ്മയും പണിക്ക് പോകാണ്ട് എൻ്റെ ചിലവിൽ എനിക്ക് നോക്കണം, കഷ്ടപ്പെടുത്താണ്ട് നോക്കണം. പൈസേൻ്റെ പേരിൽ കുറേ പേര് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പൈസ ഇല്ലാത്തതിൻ്റെ പേര് ഒരു ചായ കുടിക്കാൻ പോലും. ഒരാളെ കൊണ്ടുവന്നിട്ട് വേണം ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തണമെങ്കിൽ. 2 പെൺകുട്ടികളിന് ഒരാളും 1 രൂപ എന്താ അവർക്ക് തന്നിട്ടില്ല. വലിയ വലിയ ലോണുകൾ എടുത്തിട്ടും അവരുടെ മുമ്പിൽ ഞാൻ താന്നിട്ടും അങ്ങനെയാണ് ഈ ലെവൽ എൻ്റെ മക്കളെ ഞാൻ എത്തിച്ചത്. ഒരാളുടെ കൈ നീട്ടിയിട്ടില്ല. ലോണിന് പലിശയ്ക്ക് പണം എടുത്തിട്ട് നമ്മളെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യും. എല്ലാവരും പുതപ്പ് മൂടി പുതച്ച് ഉറങ്ങുകയായിരിക്കും. നമ്മളെ തീയിൻ്റെ പുകയത്ത് നിന്ന് വിയർത്തൊഴുകി. ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട്, അമ്മക്ക് മറ്റേ ബെഡ്ഷീറ്റ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പുറത്ത് പോയപ്പോൾ അത് അരി വന്നിട്ട് ഊറ്റിയെടുക്കാൻ പറയാൻ എൻ്റെ അടുത്ത്. ഞാനത് എടുത്തു. എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. 2 സെക്കൻഡ് പോലും ചൂട് തീ എൻ്റെ കാലിൽ കൂടെ അങ്ങനെ ചൂടടിച്ചിട്ട് 2 സെക്കൻഡ് കൊണ്ട് ഞാൻ നിന്നിട്ടില്ല. അപ്പോഴേക്കും ഞാൻ മാറി പോയൊരു അവസ്ഥ. നമ്മള് മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടിനെന്നും ഫലം ഉണ്ടാവും അമ്മേ. എല്ലാ അമ്മമാരും മക്കളെ നോക്കിയ പോലെ അല്ല ഞാൻ നോക്കിയിരിക്കണത്. മക്കളെ ശരണം പറഞ്ഞിട്ട് അച്ഛൻ കഴിക്കുന്ന ആളാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ മക്കളെ ഇവിടം വരെ എത്തിച്ചത് ദൈവത്തിന്റെ ഒരു നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് കരയണം എന്ന് പറഞ്ഞ കരയല്ല. അത് അമ്മ ഒന്നുകൂടെ പറഞ്ഞില്ല, ഞാൻ കരയിച്ചു എന്നാവും. എന്റെ ഒരു വിഷമം എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞമ്മൾക്ക് ഇങ്ങനെയും കൂടെ ഒരു സ്ഥലത്ത് വന്നിരുന്നപ്പോ എനിക്ക് കുറച്ചും കൂടി സന്തോഷം. കൊണ്ട വെയിലും കൊണ്ട ചൂടും ഒന്നും വെറുതെ ആയില്ല. ഇപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് രാവും പകലും കഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു അനുഗ്രഹം മക്കൾക്ക് കിട്ടട്ടെ. കിട്ടും. അതേ പറഞ്ഞ അതിന്റെ ഒരു നന്മ കുഞ്ഞുങ്ങളിലുണ്ട്. അതാണ് അവൻ എല്ലാ മക്കളുടെ പോലെ അല്ല എൻ്റെ മകൻ. അവൻ നേരെ പോ നേരെ വാ അങ്ങനെയാണ് ചിന്തിക്കണ കുട്ടിയാണ് അവൻ. അപ്പൊ അവനിൽ നിന്നിട്ട് എൻ്റെ ആ വീട്ടിൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്യുന്ന പോലെ
ഞാൻ പോയ പോലെ പണിക്ക് ഇതുവരെ ആരും പോയില്ല. ഉം, ഉം. അത് അഹങ്കരിച്ച് പറയല്ല, ആ ജനറേഷൻ എൻ്റെ നാട്ടിൽ തന്നെ എല്ലാവർക്കും തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഉം. അവൻ പണിക്കും പോകുന്നുണ്ട്, പഠിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള ചില തന്നെ അനിയന്മാരുണ്ടാവുമല്ലോ വേറെ വീട്ടിനോടൊക്കെ, അവരുടെ അമ്മമാർക്ക് എന്നെ കണ്ട് പഠിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും അതാണ് ഒരു പാഠം. ഉം, ഉം. അങ്ങനെ അപ്പൂന്നാ പറയാ, അപ്പൂനെ കണ്ടുപഠിക്ക്, അപ്പൂനെ കണ്ടുപഠിക്ക്. അപ്പു അങ്ങനെ തന്നെ ജീവിക്കട്ടെ. അപ്പൂൻ്റെ ഇഷ്ടങ്ങൾ നോക്കി, അപ്പൂൻ്റെ ആഗ്രഹങ്ങൾ നോക്കി, അപ്പു പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും, അതായത് ജോലിക്ക് ഇന്ന് പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ചോറിനുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തട്ടെ. എനിക്കും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും എൻ്റെ മകൻ വലുതായിട്ട് എനിക്ക് ഒന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് ഒറ്റൊന്നും വേണ്ട. ഒരു വീട്, ഇപ്പോൾ ഒരു വീടുണ്ട്, അത് ഓട്ടുവരെ വീടാണൊക്കെ ചെറുതിലെ അമ്പി അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്, എൻ്റെ മകനിന് ഒരു വീടുണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് നല്ലപോലെ ജീവിക്കണം. അല്ലാതെ കുറെ കാശോ പണോ ഒന്നും വേണ്ട, സന്തോഷം. നല്ല മഴ പെയ്ത വീട് നനയല്ലേ, അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. എല്ലാം റെഡിയാവും. അബി ചെയ്യുന്ന കാര്യങ്ങൾ ഹെൽപ്പായിട്ട് സപ്പോർട്ടായിട്ടും വരും. അപ്പോൾ അബി ചെയ്യുന്നതിനൊക്കെ ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടും. ഏതായാലും നിങ്ങൾ രണ്ടുപേരുടെയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു, പ്രത്യേകിച്ച് അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നതിന്. ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതിന് അമ്മയുടെ മുഖത്തെ സന്തോഷവും സങ്കടവും ചിരിയും ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും ആ ഒരു അമ്മയുടെ മനസ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ അബി ഇനി നന്നായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ് അമ്മേ. താങ്ക് യു.